ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കിൽനറി ഡിലൈറ്റ് ബൈ വഫീക്ക. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ കാണുന്ന ചിക്കൻ കറായിയാണ്. ആദ്യം ഒരു പാനിലേക്കോ അല്ലെങ്കിൽ ഒരു കടായിലേക്കോ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ഒരു ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ സൈസ് ഉള്ളിയാണ്. എന്നിട്ട് നമുക്ക് നന്നായൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ നന്നായൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ അതാ നന്നായൊന്ന് വഴണ്ടി വരുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കൻ ആയിരുന്നു എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് 2 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടേബിൾ സ്പൂൺ ആണേ. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ അതിലേക്ക് ഒന്ന് പിടിച്ച് വരുന്നവരെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു 1.5 തക്കാളി പകുതിയാക്കി മുറിച്ചതിന് ശേഷം മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓരോന്നായി നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ തൊലി അങ്ങ് കളഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് അടിച്ച് വെക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിത് പീൽ ചെയ്ത് കൊടുക്കാം. അതായത് 7 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോതിൻ്റേതായിട്ട് തൊലിയെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ തക്കാളി ഒന്ന് ഉടച്ച് കൊടുക്കണേ. അപ്പോൾ അത് നന്നായി ഉടച്ചതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെപ്പർ പൗഡർ, 1/2 സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് നല്ല ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനൊന്നും ഉടയാണ്ട് നോക്കണം, നന്നായി മിക്സ് ചെയ്യുക. ഇത് കണ്ടില്ലേ, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനത്തെ വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 10 മിനിറ്റ് അടച്ച് വെക്കാം, നന്നായി വെന്ത് വരട്ടെ. അതാ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് യോഗട്ട് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ കട്ടത്തൈര്, പുളി കുറവുള്ള തൈരാണ് വേണ്ടത്. അപ്പോൾ അതാ ഇത് 1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെക്കുക. ഇതിന് ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ. കുറച്ച് കട്ടിയിലുള്ള കറിയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നീളത്തിലരിഞ്ഞ ഇഞ്ചിയാണത്, വലിയ സൈസ് കിട്ടുമല്ലോ, അതൊന്ന് നീളത്തിലരിയുക. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മല്ലിച്ചപ്പ് കുറച്ചധികം ആഡ് ചെയ്യണേ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ബായ്.